നമസ്കാരം. ബീഹാറിൽ 22% വോട്ട് നേടിയ RJDക്ക് ലഭിച്ചത് 25 സീറ്റാണ്. 20% വോട്ട് നേടിയ BJPക്ക് 89ഉം 19% വോട്ടുള്ള RJDക്ക് 85 സീറ്റും ലഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ബീഹാറിലേത് 7,42,00,000 വോട്ടർമാരാണ്. പോളിംഗ് ശതമാനം 66.8. ആകെ പോൾ ചെയ്ത വോട്ടുകൾ 7,45,00,000 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നു. അതായത് ആകെ വോട്ടർമാരേക്കാൾ 3 ലക്ഷം പേർ കൂടുതലായി വോട്ട് ചെയ്തു എന്നാണ്. ഇനിയും ഇതിന് കമ്മീഷൻ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് ശരിയാണെങ്കിൽ 3 കോടിയിലേറെ കള്ളവോട്ടുകൾ ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. ഹരിയാനയിൽ നടന്നത് ബീഹാറിലും നടക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രവചനം ശരിയായിരിക്കുന്നു. ബീഹാറിന് ശേഷം BJPക്ക് കണ്ണുവയ്ക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ സഖ്യം ഇനിയും തോൽക്കാനായി മത്സരിക്കുന്നത് എന്തിനാണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി കോൺഗ്രസ് വക്താവ് രാജു പി നായർ, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ PB ജിജീഷ് എന്നിവർ. ആദ്യം രാജു പി നായർ. രാജു, ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് അറിയില്ല. രാഹുൽ ഗാന്ധിയും ഒന്നും മിണ്ടുന്നില്ല. ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതായതുകൊണ്ടാണോ പ്രതികരിക്കാത്തത്? അല്ല, ഇത് വലിയൊരു അത്ഭുതമായിട്ട് മാറുന്നില്ല, പക്ഷെ വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോളം, കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇന്ന് രാജ്യത്ത് നടക്കുന്ന പോരാട്ടം അത് തെരഞ്ഞെടുപ്പുകളുടെ മാത്രം പോരാട്ടം അല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തോട്, പുതിയ കാലത്ത് ഫാസിസ്റ്റ് ഭരണകൂടം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും എത്തരത്തിലായിരിക്കുമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ആശയ പോരാട്ടമായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ പഠിച്ച് അവിടെ നടക്കുന്ന വോട്ട് ചോരി, വോട്ട് ലിസ്റ്റ് അട്ടിമറി എന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഇവിടെ മത്സരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പോരാടുന്നത് ഒരു വലിയ സംവിധാനത്തോടൊപ്പമാണ് എന്നുള്ളത്. നിഷ്പക്ഷം അല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ ഇവിടെ അജിംസ് തന്നെ പറഞ്ഞല്ലോ, ഈ വർദ്ധിച്ച വോട്ടുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഇനി വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. മനസ്സിലായില്ലേ? ഈ രാജു പി നായർ, എന്റെ സംശയം ഈ വോട്ട് ചോരിക്കെതിരെ കോൺഗ്രസും RJDയും ഉൾപ്പെടെ ഇന്ത്യ മുന്നണി ബീഹാറിൽ വലിയ തോതിലുള്ള പ്രചാരണം നടത്തിയതാണ്, അധികാര യാത്ര നടത്തിയതാണ്. എന്റെ ക്വസ്റ്റ്യൻ, SIRന് ശേഷം ആകെ എത്ര വോട്ടർമാരുണ്ട് എന്നുള്ള കാര്യവും, അതുപോലെ എത്ര വോട്ടുകൾ കൂട്ടിച്ചേർത്തു, എത്ര വോട്ടുകൾ ഡിലീറ്റ് ചെയ്തു, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുക. അപ്പോൾ വോട്ട് ഡിലീഷനെതിരെ ഒരു തരത്തിലുള്ള പരാതിയും പ്രതിപക്ഷ പാർട്ടികളിൽ ഉണ്ടായിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഇന്ന് ദിബാങ്കർ ഭട്ടാചാര്യ CPI-ML നേതാവാണ് ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് മാധ്യമങ്ങൾ പോലും കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിക്കൊണ്ടാണ് ദിബാങ്കർ ഭട്ടാചാര്യ ചൂണ്ടിക്കാട്ടുന്നത് 3 ലക്ഷം വോട്ട് കൂടുതലാണ് മൊത്തം വോട്ടർമാരെക്കാൾ. 66.8% പോളിംഗ് ആണെങ്കിൽ ഈ 7,45,00,000 വോട്ട് പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 3 കോടിയും കള്ളവോട്ടാണെന്ന് വ്യക്തമാണ്. അപ്പോൾ ഇത് നിങ്ങൾ സമയത്ത് ചൂണ്ടിക്കാട്ടുന്നില്ല. ഈ പ്രശ്നം ഇന്നല്ലല്ലോ, ഇന്ന് ദിബാങ്കർ ഭട്ടാചാര്യ അല്ലല്ലോ ചൂണ്ടിക്കാട്ടേണ്ടത്. അജിംസെ, ഇത് ഞാൻ പറയട്ടെ, ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഇത് പഠിക്കാനും പറയാനും സാധിക്കുള്ളൂ. നോക്കൂ, മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് എന്താ? മഹാരാഷ്ട്രയിൽ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അല്ലെങ്കിൽ അവിടുത്തെ അഡൾട്ട് പോപ്പുലേഷനേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്തു എന്നാണ് വന്നത്, ഇല്ലേ? അപ്പം മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് ഇത് അട്ടിമറിക്കപ്പെട്ടത്, അതേ രീതിയിൽ ഇന്ന് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള കോൺഗ്രസിൻ്റെ ആരോപണത്തിന് അടിവരയിടുന്നതാണ്. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. ഇത് ഇവിടെ നടക്കുന്ന അട്ടിമറിയെ സംബന്ധിച്ച് നമുക്കറിയാം. അതോടൊപ്പം തന്നെ അവിടെ കോൺഗ്രസിന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ട്. ഗഡ്ബന്ധന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ട്. 11ഓളം നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. ഇപ്പോൾ വോട്ട് ചോരിയുടെ സമയത്ത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ തേജസ്വി യാദവും ഒരുമിച്ച് നടത്തിയൊരു പോരാട്ടം സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായോ എന്ന് വെച്ചാൽ അവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 10,000 രൂപ കൊടുക്കുന്ന ഒരു അത് നോക്കൂ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൊടുക്കുകയാണ്. പക്ഷേ ജനങ്ങൾക്ക് അത് ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ എത്രമാത്രം സാധിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പല ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പുകളായി ഇന്ന് രാജ്യത്ത് മാറുന്നു. അതിന് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല. ഇപ്പോൾ ബീഹാറിലുണ്ടായിട്ടുള്ള ഈ കണക്കിലെ പൊരുത്തക്കേട് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്. അങ്ങ് ഇത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അതായത് അങ്ങ് തന്നെ പറഞ്ഞു 10,000 രൂപ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തത് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം, അതൊരു ഘടകമായിരിക്കാം. ഓക്കെ. രണ്ടാമത് ഈ സീറ്റ് ഷെയറിംഗിൽ ഉണ്ടായ തർക്കം, 12 ഫ്രണ്ട്ലി മാച്ച് പോലെ നിങ്ങൾ പരസ്പരം സൗഹൃദ മത്സരം നടത്തി, അതും തിരിച്ചടിയായിട്ടുണ്ടാകാം. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ സ്വാധീനിച്ചത് കൊണ്ടാണ് നിങ്ങൾ തോറ്റതെന്നാണ് നിങ്ങൾ പറയുന്നത്.
അല്ലല്ല, ഞാൻ പറഞ്ഞ അത് ഘടകമാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടല്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഈ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പം ഇവിടെ സൂചിപ്പിച്ചല്ലോ, വോട്ടിംഗ് ശതമാനവും അതുപോലെ തന്നെ ജയിച്ച സീറ്റുകളും സംബന്ധിച്ച് BJPയും RJD കിട്ടിയ 22% കിട്ടിയ RJD എത്ര സീറ്റ് ജയിച്ചു, 22% അടുത്ത് കിട്ടിയ BJP എത്ര സീറ്റ് ജയിച്ചു. അപ്പോൾ അവിടെയെല്ലാം ഈ പറയുന്ന ഓരോ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലെടുത്തിട്ടുള്ള കണക്കുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പഠനത്തിലൂടെ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അട്ടിമറി ഏത് രീതിയിൽ എവിടെയെല്ലാം നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുള്ളതും അത് ആ മുഴുവനായിട്ടുള്ള ഒരു സ്പിരിറ്റിനനുസരിച്ചല്ലായിരുന്നു എന്നുള്ളതും നമ്മളതിനെ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ 11ഓളം സീറ്റുകളിൽ സൗഹാർദ്ദ മത്സരം ഉണ്ടാകുന്നു. അത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്ന സീറ്റിൽ തന്നെ അത്തരത്തിൽ മത്സരം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവത്തോടു കൂടി ഉള്ള സമീപനം എല്ലായിടത്തുനിന്നും ഉണ്ടായോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണല്ലോ. അപ്പൊ ആ പരിശോധന അത് നിങ്ങൾ സംഘടനാതലത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. രാജീവ് നായർ, നിങ്ങൾ ഈ പറയുന്ന ഫ്രണ്ട്ലി മാച്ച് സംബന്ധിച്ച കാര്യങ്ങൾ, സ്ഥാനാർത്ഥി നിർണ്ണയം, സീറ്റ് ഷെയറിംഗ് ഒക്കെ നിങ്ങൾ സംഘടനാതലത്തിൽ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത വേണം. അതായത് ഈ വോട്ടിലുണ്ടായ ഡിസ്പാരിറ്റി, വോട്ടിന്റെ എണ്ണത്തിലുണ്ടായ ഡിസ്പാരിറ്റി, അത് ഇന്ന് ദീപാങ്കർ ഭട്ടാചാര്യ ട്വീറ്റ് ചെയ്യുമ്പോഴാണ് ആ വിവരം പോലും മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുന്നത്. ഒന്ന്. രണ്ട്, ഈ 7.42 കോടി എന്നുള്ളത് 7.45 കോടിയായി മൊത്തം പോൾ ചെയ്ത വോട്ടായി മാറുന്ന വാർത്താക്കുറിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഉയരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അത് ഇന്നാണ്. 3 ലക്ഷത്തിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസമായി. 2 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് EC അത് കണക്ക് പുറത്തുവിടുന്നത്. അത് നിങ്ങൾ അപ്പം ഫ്ലാഗ് ചെയ്യുന്നില്ല. ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഫ്ലാഗ് ചെയ്യുന്നില്ല. ഇപ്പോഴും ഈ സമയത്തും ആ തെരഞ്ഞെടുപ്പ് കണക്കിലെ ക്രമക്കേട് കോൺഗ്രസ് ഔദ്യോഗികമായി ഉയർത്തിയിട്ടേ ഇല്ല. അപ്പോഴും താങ്കളെപ്പോലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ 10,000 രൂപ വെച്ച് കൊടുത്തു, അപ്പോൾ സ്ത്രീകൾ കൂട്ടം കൂട്ടമായി വോട്ട് വന്നുകൊണ്ടാണ് ആ 10% പോളിംഗ് ശതമാനം കൂടിയതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല അജിംസ, അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചോളം കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി അതിനകത്ത് പറയണമെന്നുണ്ടെങ്കിൽ കണക്കുകൾ മുഴുവൻ ക്രോഡീകരിച്ചിട്ട് വേണം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് ഞാൻ നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. പക്ഷേ ഇത് ക്രോഡീകരിച്ചതിന് ശേഷം മാത്രമേ ഈ കണക്കുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അത് ക്രോഡീകരിക്കണമെങ്കിൽ എത്ര മാസം വേണം? നോക്കൂ രാജീവ് നായർ, മഹാരാഷ്ട്രയിലും കർണാടകയിലും വോട്ട് ചോരി നടന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങളത് പഠിച്ച് ജനങ്ങളോട് പറയുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് അപ്പീൽ കൊടുക്കാനുള്ള സമയം കഴിയാണ്. 45 ദിവസത്തിന് കഴിയും. നിങ്ങൾ ഇതിന് പഠിച്ചു വരുമ്പോൾ അടുത്ത വർഷമാവും. അപ്പോഴത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെ മറികടക്കും? അതായത് നിങ്ങൾ ഇനി ഇത് പഠിച്ച് ഈ കണക്ക് പൂർണ്ണമായും ഒന്ന് പഠിച്ച് ഇന്ന സ്ഥലങ്ങളിലാണ് വോട്ട് ചോരി നടന്നത് എന്നൊക്കെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി 2026 വിശദീകരിക്കുമായിരിക്കും. കോടതിയിൽ പോയിട്ട് കാര്യമില്ല. അജിംസ് പറയുന്നതിന് 2 കാര്യങ്ങൾ. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ടുള്ളതെന്ന് അജിംസ് മറന്നുകൊണ്ട് സംസാരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കോൺഗ്രസ് ഈ പഠനം നടത്തി ഔദ്യോഗികമായി ഈ കണക്ക് പുറത്തു കൊണ്ടുവരരുതെന്ന് ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യസാധ്യമല്ലാത്ത രീതിയിൽ അവർ പ്രതിബന്ധങ്ങൾ, ഈ മെഷീൻ റീഡബിൾ ഫോർമാറ്റ് പോലും കൊടുക്കാതെ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനാ ഈ അട്ടിമറി പുറത്തു വരരുത് എന്നുള്ളത് കൊണ്ടാണ്. ആ അട്ടിമറി ഇപ്പം 45 ദിവസമാണ് ഇതിന് പരാതി കൊടുക്കാനുള്ള സമയം. ഒന്ന് അജിംസ് ഒന്ന് പറയൂ, ബീഹാറിലെ ഈ മുഴുവൻ നിയോജക മണ്ഡലത്തിലെയും വോട്ടർ സിസ്റ്റം സംബന്ധിച്ച് കൃത്യമായിട്ട് പഠനം നടത്തി നമ്മളിപ്പോൾ അലൻഡിലും അല്ലെങ്കിൽ ഹരിയാനയിലും ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നമ്മൾ നടത്തിയ പോലത്തെ ഒരു പഠനം നടത്തി പുറത്തു കൊണ്ടുവരണമെങ്കിൽ മെഷീൻ റീഡബിൾ ഫോർമാറ്റ് അല്ലാതെ കൊടുക്കുന്ന വോട്ടർ സിസ്റ്റം കൊണ്ട് എത്ര സമയമെടുക്കും? അത് BJPക്ക് ഇതിനകത്ത് ഒളിക്കാനൊന്നുമില്ലെങ്കിൽ, BJP ആണല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുകൊണ്ട് BJP എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ യാഥാർത്ഥ്യബോധത്തോടെയാണ് ജനങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒളിക്കാൻ ഇവർക്കൊന്നുമില്ലെങ്കിൽ ഈ മെഷീൻ റീഡബിൾ ഫോർമാറ്റ് ഇപ്പോൾ കൊടുക്കട്ടെ. എന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ കണക്ക് വന്നിട്ടില്ലെങ്കിൽ കോൺഗ്രസ് നടത്തുന്ന ആരോപണത്തെ ചോദ്യം ചെയ്യട്ടെ. അതിന് തയ്യാറാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഇതിനകത്ത് ഉയർത്തേണ്ടതുണ്ട്. അപ്പോൾ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് കൊള്ള. ഇപ്പം നോക്കൂ അജിംസ്, വേറൊരു കാര്യം ഉണ്ടല്ലോ, അവിടെ നമ്മുടെ സ്ട്രോങ് റൂമുകളിലെ CCTVകൾ കട്ട് ചെയ്തു പോയത് സംബന്ധിച്ച് വാർത്തകളും വീഡിയോ എല്ലാം പുറത്തു വന്നല്ലോ. ആ സമയത്ത് എന്ന് വെച്ചാൽ രാത്രി 12 മണിക്ക് VVPAT ഈ മെഷീനുകളുമായിട്ട് കൗണ്ടിംഗ് സെന്ററിനകത്ത് ലോറികൾ വന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള മെഷീൻ ഉണ്ടായിരുന്നില്ല, പെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജില്ലാ ഭരണകൂടം പറഞ്ഞു വഴിയിൽ നിന്ന് മെഷീൻ ഉണ്ടായിരുന്നില്ല, മെഷീന്റെ പെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ലേ അവർ പറയുള്ളൂ. അല്ല, അത് തുറന്നു കാണിച്ചു, അതിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ആ സമയത്ത് അത് അവിടെ ചെല്ലുന്നത്? VVPATന്റെ സ്ട്രിപ്പുകൾ വഴിയിൽ നിന്ന് കിട്ടിയല്ലോ. അതിനെന്താ വിശദീകരണം?
CCTV നിലച്ചുപോയത് എന്താ വിശദീകരണം? അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിൻ്റെ നിഴലിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സംശയത്തിനെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. ആ കണക്കുകൾ ആധികാരികമായി പഠിച്ച് കോൺഗ്രസ് അതിനകത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. എന്തായാലും തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവകമല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും തർക്കമുള്ള ഒരു ഫാക്റ്റ് അല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായി. രാജു, ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ SIR സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോഴുണ്ട്. അടുത്ത 26-ാം തീയതി ആ കേസ് പരിഗണിക്കും. ബീഹാർ ഉൾപ്പെടെയുള്ള കേസുകളാണ് പരിഗണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സ്പെസിമെനാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ കണ്ടു. നിങ്ങൾക്ക് 26-ാം തീയതിക്ക് മുമ്പ് ഈ പ്രശ്നങ്ങൾ പഠിച്ച് കോടതിക്ക് മുമ്പിൽ ഇത് സമർപ്പിക്കാൻ പറ്റുമോ? അതിന് സമയമെടുക്കില്ലേ? അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അജിംസ. ഇത് തന്നെയാണ്. ഇത് സമർപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യതയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഉത്തരവാദിത്വമെങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്? പകരം കൃത്യമായിട്ട് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള സോഫ്റ്റ് കോപ്പി അയച്ചു കൊടുത്താൽ അത് കഴിഞ്ഞ ശേഷം ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് ഇവർ ആ കാര്യങ്ങൾ പുറത്തു വരരുത്. ഇപ്പോൾ SIR 65 ലക്ഷം വോട്ടുകളാണ് അവിടെ ഇല്ലാതായത് ഇല്ലേ? അതിനുശേഷം ഡിലീറ്റ് ചെയ്യപ്പെട്ട വോട്ടുകളെ സംബന്ധിച്ച് എത്രയോ പ്രാവശ്യം പിന്നെ പുറത്തു വന്നു, യാഥാർത്ഥ്യബോധത്തോട് പുറത്തു വന്നു. ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും അവസാനം നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും അവിടെ ഉള്ള മനുഷ്യർ, അവർ ജീവിച്ചിരിക്കുന്നവർ, അവരുടെ വോട്ട് വെട്ടിപ്പോയതിനെ സംബന്ധിച്ച് പുറത്തു വന്നില്ല. അപ്പോൾ BJPക്കെതിരായിട്ടുള്ള വോട്ടുകൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടന്നിട്ടുണ്ട്. അത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അജിംസ് ഒരു കാര്യം ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ സംസാരിക്കുന്നത് 15 വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ 12 വർഷങ്ങൾക്ക് മുമ്പോ ഒരു മാന്യമായ ഭരണകൂടം നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചല്ല, മറിച്ച് ഫാസിസം പിടിമുറുക്കിയ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ, കോടതി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പിടിമുറുക്കിയ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തോടാണ് നമ്മൾ ഇന്ന് പോരാടുന്നത്. ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് വേണം നമ്മൾ സംസാരിക്കാൻ എന്നുള്ളത് കൂടി ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഏറ്റവും ഗ്ലെയറിംഗ് ആയിട്ടുള്ള കാര്യം, അതായത് വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ BJPയോ എക്സിറ്റ് പോൾ പ്രവാചകരോ ഒന്നും പ്രതീക്ഷിക്കാത്ത അത്ര ഹ്യൂജ് ആയിട്ടുള്ള വിജയമാണ് ഈ NDAക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ദീപാങ്കർ ഭട്ടാചാര്യ ഉന്നയിച്ച പ്രശ്നം തന്നെയാണ്. ആകെ അവിടെ വോട്ടർമാർ എത്രയാണ്, ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണ് എന്ന വളരെ അടിസ്ഥാനപരമായ ചോദ്യം. ആ ചോദ്യം ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പുകൾ പങ്കുവെച്ചുകൊണ്ടാണ്. 7,42,00,000 വോട്ടർമാർ ആകെ ഉണ്ട് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകെ പോൾ ചെയ്ത് 7,45,00,000 പേരാണെന്ന് പറയുന്നു. ആകെ പോളിംഗ് ശതമാനം 66.8 എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ കണക്ക് ശരിയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കണക്ക് ശരിയാണെങ്കിൽ 3 കോടി എങ്കിലും കള്ളവോട്ട് അവിടെ നടന്നിട്ടുണ്ടാവണം. അപ്പോൾ അടിസ്ഥാനപരമായ ചോദ്യം പോലും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. BJPക്ക് അതിൽ പരാതിയില്ല, കോൺഗ്രസും ഇപ്പോൾ പരാതിപ്പെട്ടിട്ടില്ല, അവർ പരാതിപ്പെടുമായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ മുഴുവൻ എണ്ണിയ വോട്ടുകളുടെ കണക്ക് വരണം. കാരണം എണ്ണിയ വോട്ടുകളുടെ കണക്കിലെ മിസ്റ്റേക്സ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഒക്കെ ആളുകൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് അതിൻ്റെ ശോഭ കെടുത്തുന്നതായി പോയ കണക്കിലെ പാളിച്ചകൾ? കാര്യം പറയട്ടെ, സത്യത്തില് ഇത് NDA നേടുന്ന ഏറ്റവും വലിയ വിജയമല്ല ഇത്. 2010 NDA സഖ്യം 206 സീറ്റ് നേടിയതാണ്. BJPക്ക് അന്ന് ഇതിലും കൂടുതൽ, ഒരു സീറ്റ് കൂടുതലുണ്ട്, 91 ഉണ്ടായി. അതായത് അവിടുത്തെ വലിയ വിജയം എന്ന് പറയുന്നത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം NDA നേടുന്ന വലിയ വിജയം എന്ന് പറയുന്നത് ആദ്യമായിട്ടൊന്നും സംഭവിക്കുന്നതല്ല. പിന്നെ രണ്ടാമത്, ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞു വരുന്ന പ്രകാരം അവിടെ 100% മുകളിൽ വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനിയിപ്പം നിങ്ങൾ പറയുന്നു എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. തെരഞ്ഞെടുപ്പിന് എന്തിനാ ഈ പത്രക്കുറിപ്പ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് ഇവിടെ കിടപ്പുണ്ടല്ലോ. സൈറ്റിന്റെ അകത്ത് ഓരോ മണ്ഡലം തിരിച്ചുള്ള മണ്ഡലത്തിലെ വോട്ട് വേണ്ട ഷാബു പ്രസാദ്. എനിക്ക് മൊത്തം ബീഹാറിൽ എത്ര വോട്ടർമാരുണ്ട്, എത്ര പേർ വോട്ട് ചെയ്തു, എത്ര ശതമാനമാണ് പോളിംഗ് പേഴ്സൺ, ഈ കണക്ക് മതി. ഈ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുവാണെങ്കിൽ നമ്മുടെ പ്രശ്നം തീർന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് നോക്കാം. സൈറ്റ് നോക്കി ഷാബു പ്രസാദ് പറ, അവിടെ ആകെ വോട്ടർമാർ എത്രയാണ്, എത്ര വോട്ട് പോൾ ചെയ്തു? അല്ല, ഞാൻ നോക്കിയിട്ടാ പറഞ്ഞു. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് അവർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത്. ഞാൻ അത് ക്രോസ് വെരിഫൈ ചെയ്തു. ദീപാങ്കർ ഭട്ടാചാര്യ ഫ്ലാഗ് ചെയ്ത കാര്യം ക്രോസ് വെരിഫൈ ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ 100% മേളിൽ ടേൺ ഔട്ട് ഉണ്ടായിട്ടുണ്ടോ? അല്ല, 100% അവർ പറയുന്നില്ല. അവർ പറയുന്ന കണക്കാണ് ഞാൻ പറഞ്ഞത്. അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാം. 100% കൂടുതൽ വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായെന്ന് പറയാൻ മാത്രം വിഡ്ഢികളല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവരുടെ കണക്ക് ഇങ്ങനെയാണ് പറയുന്നത്. മൊത്തം വോട്ടർമാരുടെ എണ്ണം അത് SIR പ്രോസസ് കഴിഞ്ഞ്
അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങുമ്പോൾ 7,42,00,000 പേരാണ് ബീഹാറിലെ വോട്ടർമാർ. അത് നമ്മൾ അവിടെ ലോക്ക് ചെയ്യുന്നു. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കഴിഞ്ഞ ദിവസം, അതായത് 2ാം ഘട്ട പോളിംഗ് കഴിഞ്ഞിട്ട് വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോൾ അവർ പറയുന്നു 7,45,00,000 പേർ വോട്ട് ചെയ്യുന്നു. അതായത് മൊത്തം വോട്ടർമാരെക്കാൾ 3 ലക്ഷം പേർ വോട്ട് ചെയ്തു, കൂടുതൽ വോട്ട് ചെയ്തു. മൊത്തം വോട്ടർമാരിൽ മൊത്തം ആളുകൾ വോട്ട് ചെയ്തോ ഇല്ല, 66.8% പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞു. തൊട്ടുടനെയാണ് പറയുന്നത് 7,45,00,000 എന്ന്. അപ്പോൾ ഒരു 3 കോടിയെങ്കിലും കൂടുതലായി വോട്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ക് എവിടെ നിന്ന് വരുന്നു? അല്ലെങ്കിൽ കൃത്യമായ കണക്ക് അങ്ങ് പറയൂ, നമുക്ക് അംഗീകരിക്കാം, നമുക്ക് പ്രശ്നമല്ല. ഇല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ വാർത്താക്കുറിപ്പ് എന്നാ ഇറങ്ങിയത്? 2ാം ഘട്ട വോട്ട് എടുപ്പ് കഴിഞ്ഞ ഉടൻ അന്നേരം ഇറങ്ങിയ വാർത്താക്കുറിപ്പിൽ ഈ പറഞ്ഞ പോലെ 3 കോടിയിലധികം വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വാർത്തയാകുന്നത് ഇന്ന്. അത് വാർത്തയാകുന്ന 5-6 ദിവസം മുമ്പ് ഇറക്കിയ വാർത്താക്കുറിപ്പ് ഇത്ര വലിയ ഭീകരമായ ഒരു ബോംബ് വാർത്തയാകുന്നതിന് ഈ 4-5 ദിവസം എടുത്തു. വൈ? എന്തെങ്കിലും പറയുന്നതിനൊരു എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? അല്ല, അപ്പൊ അങ്ങ് പറഞ്ഞത് എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്നാണോ? അതോ ഇപ്പോഴും അവർ തിരുത്താതെ വെച്ചിരിക്കുകയാണോ? അല്ലാതെ ഇതൊന്നും നടക്കില്ലെന്ന് നിങ്ങൾ എന്താ പറയുന്നത്? ഓക്കെ, നടക്കില്ല. അങ്ങനെയാണെങ്കിൽ കൃത്യം കണക്ക് പറയണ്ടേ? ഓക്കെ, അത് തെറ്റാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയ വാർത്താക്കുറിപ്പ് തെറ്റാണ്, അവർക്ക് അബദ്ധം പറ്റിയതാണ്. എങ്കിൽ ശരിക്കുള്ള കണക്ക് പറയണ്ടേ? എത്ര പേര് വോട്ട് ചെയ്തു? സൈറ്റ് അങ്ങൊന്ന് നോക്കിയിട്ട് പറയൂ, അങ്ങ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയും. ഞാൻ നോക്കിയപ്പോൾ ഈ കണക്കാണ് കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ ഈ ദീപാങ്കർ ഭട്ടാചാര്യ ഫ്ലാഗ് ചെയ്ത് അതേ കണക്കാണ് കിടക്കുന്നത്. അങ്ങേക്ക് പുതിയ കണക്കാരെങ്കിൽ പറയൂ. എനിക്കിപ്പോ ഇതിന്റെ മുമ്പ് സൈറ്റ് ഒന്നും കുത്തിയിരുന്ന് നോക്കാനൊന്നും എനിക്ക് വയ്യ. ഇന്ന് രാവിലെ മുതൽ ഇതിന്റെ മുമ്പിൽ കുത്തിയിരിക്കുക. അതുകൊണ്ട് അതല്ല പറഞ്ഞത്, ഇതൊക്കെ നമുക്ക് ഷാബു പ്രസാദ്, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഷാബു പ്രസാദ്, എനിക്കറിയാത്ത ഒരു കാര്യം ഇതാണ്. മൊത്തം അവിടെ എത്ര വോട്ടർമാരുണ്ട്, എത്ര ആളുകൾ അവിടെ പോൾ ചെയ്തു, പോളിംഗ് പെർസെന്റേജ് എത്ര? ഒരു തെരഞ്ഞെടുപ്പിൽ സാധാരണ നിലയിൽ സാധാരണക്കാർ മനസ്സിലാക്കുന്ന ഒരു കണക്കാണിത്. ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് എത്ര വോട്ടർമാരുണ്ട്, എത്ര പേർ വോട്ട് ചെയ്തു, എത്ര ശതമാനം പോളിംഗ് പെർസെന്റേജ് രേഖപ്പെടുത്തി? ഈ ശതമാന കണക്ക് കൃത്യമല്ല. ഈ സമയത്തും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയാഹ്ലാദം നടക്കുന്ന സമയത്തും എത്ര പേർ വോട്ട് ചെയ്യുന്ന കണക്ക് നമുക്കറിയില്ല. എനിക്കറിയില്ല, ഷാബു പ്രസാദിന് അറിയില്ല, രാജു പി നായർക്ക് അറിയില്ല. നിങ്ങൾ ഇതൊക്കെ കാണുന്നത് ഇന്ന് ഈ നിമിഷമാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത് വാർത്താക്കുറിപ്പും വന്നിട്ട് ദിവസം 5-6 ഷാബു പ്രസാദ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമായിരുന്നോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം പോൾ ചെയ്ത ആളുകളുടെ എണ്ണം നമുക്കറിയാമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ മൊത്തം എത്ര ആളുകൾ വോട്ട് ചെയ്തു എന്ന കണക്ക് എനിക്കറിയില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മൊത്തം എത്ര പേർ വോട്ട് ചെയ്തു എന്ന പോളിംഗ് കണക്ക് പോളിംഗ് കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോഴും അറിഞ്ഞിട്ടില്ല. അതൊക്കെ പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് ആളുകൾ ഡിഗ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇത് ഒരു കാര്യമുണ്ട്, 3 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയെക്കാട്ടിൽ അധികമാണ്. നിങ്ങൾ അതാണ് അതിലെ പ്രശ്നം. എങ്കിൽ കൃത്യം എത്രയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം. കുറഞ്ഞ പക്ഷം ഷാബു പ്രസാദിനെങ്കിലും അറിയണം, ഷാബു പ്രസാദിനെങ്കിലും മനസ്സിലാവണം എത്ര പേരുണ്ടെന്ന്. ചുമ്മാ യാതൊരു ബേസുമില്ലാതെ. ശരി ഷാബു, നമുക്ക് രാജു പി നായർക്ക് അറിയാമെങ്കിൽ രാജു പി നായർ അങ്ങ് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഒരു വലിയ നേതാവാണല്ലോ. രാജു പി നായർ കോൺഗ്രസിന്റെ വക്താവ്. ഒരു നിമിഷം ഷാബു പ്രസാദ്, ഒരു നിമിഷം, ഞാൻ ഷാബുവിലേക്ക് വരാം. ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു മിനിറ്റ് നിൽക്കേ. ഓക്കെ. ഇന്നലെ ഇവിടെ ഇന്നത്തെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിനെ പറ്റി ഇതേ മീഡിയ വഴി ചർച്ചയുണ്ടായിരുന്നു. അന്നേരം ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ കോൺഗ്രസ് ആദ്യമായി കുറച്ച് ദീർഘദൃഷ്ടിയോടുകൂടി ഇന്റലിജന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തു വെച്ചത് ഈ ഇലക്ഷനിലാണ്. കാര്യം ജയിച്ചാലും തോറ്റാലും മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന ന്യായം പറയാനുള്ള കാരണങ്ങൾ അവർ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മാസം മുമ്പേ അജിംസ് നിങ്ങളുടെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ആദ്യമായിട്ടാണ് ദീർഘദൃഷ്ടിയോടുകൂടി ഒരു കാര്യം ഇവിടെ ചെയ്തു വെക്കുന്നത്. അക്കാര്യത്തിൽ കോൺഗ്രസിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇത് ഇപ്പം തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ തോൽവിക്ക് ഒരു ന്യായീകരണമായി നിങ്ങൾ പറയുന്ന ഒരു കാരണമായിട്ടാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചോരി എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇനിയും മുമ്പോട്ട് പോകാൻ പോകുന്നതെങ്കിൽ, ഈ കോൺഗ്രസ് മുമ്പോട്ട് പോകാൻ പോകുന്നതെങ്കിൽ, കോൺഗ്രസിന്റെ ഭാവിയെ പറ്റി നമുക്കൊന്നും പറയാനുണ്ടാവില്ല, ഒന്നും പറയാനില്ല. ഇനി ഒറ്റ കാര്യം കൂടെ നോക്കൂ. വളരെ നിർണായകമായ രാഹുൽ ഗാന്ധി മുമ്പിൽ നിന്ന് നയിച്ച വലിയ യാത്രയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വളരെ നിർണായകമായ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നതാണ് രാഹുൽ ഗാന്ധി അടുത്ത ഫ്ലൈറ്റും പിടിച്ച് ഇവിടുന്ന് സ്ഥലം വിട്ടു കഴിഞ്ഞു. ഈ പാവൻ രാജു പി നായരെ പോലുള്ളവരെ ഈ മീഡിയയുടെയും സമൂഹത്തിന്റെ ഷാബു പ്രസാദ്, അങ്ങയുടെ കൈവശം ഒരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ, ഞാൻ ഒരു കണക്ക് വായിക്കാം. ഞാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ
വെബ്സൈറ്റ് എടുത്തിരിക്കുകയാണ്. ഞാൻ ഒരു കണക്ക് വായിക്കാം. ഒന്നാം ഘട്ടത്തിൽ 3,75,13,302 വോട്ട്. രണ്ടാം ഘട്ടത്തിൽ 3,70,13,556 വോട്ട്. 3,70,13,556 വോട്ട്. ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതാണ് ആകെ പോൾ ചെയ്ത വോട്ട്. അത് ടോട്ടൽ വോട്ടർമാരെക്കാൾ കൂടുതലാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് വെച്ചാൽ 7 കോടിയിലധികമാണ്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ വിശദീകരിക്കട്ടെ, എത്ര എനിക്ക് പറയാനുണ്ട്. എന്തായാലും അവിടെ 3,66,000, ഒരു വശത്ത് 66% എന്ന് പറയുന്നു, മറ്റു വശത്ത് അപ്പം 100. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴുള്ള കണക്കാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ കണ്ടില്ല. എന്തായാലും ആയിരിക്കാം, ചിലപ്പോൾ ശ്രീ ഷാഹു പ്രസാദ്, ബീഹാറിൽ മൊത്തമായിട്ട് എത്ര വോട്ടർമാരുണ്ടെന്ന് ഷാഹു പ്രസാദ് പറയാമോ? 3 കോടിയിലധികം അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ 100% മേളിൽ പോൾ ചെയ്തു. അതൊരു വലിയ കാര്യമാണ്, വലിയ ചെറിയ ഇഷ്യൂ അല്ല. അത് തീർച്ചയായും കോൺഗ്രസും മീഡിയ വൺ അടക്കമുള്ളവരെ ഉന്നയിച്ച് നാളെ തന്നെ കോടതിയിൽ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. നാളെ. ഓക്കെ, എന്തായാലും ഷാബു പ്രസാദിന് അതിൽ പ്രശ്നമൊന്നുമില്ല, BJPക്ക് അതിൽ പ്രശ്നമില്ല. ഞാൻ ഷാബു പ്രസാദിന്റെ വാട്സപ്പിലേക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടി പരിശോധിച്ചാൽ വിലയിരുത്താം. രാജു പി നായർ, ഇത്രയും വലിയ ഗ്ലെയറിംഗ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക്, ശ്രീ രാജു പി നായർ, ഇത്രയും ഗ്ലെയറിംഗ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് ശരി, അത് ഓക്കെയാണ്, മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. നിങ്ങളാണ് വോട്ട് ചോരിയുടെ പുറകെ ഉള്ളത്, നിങ്ങളാണ് അത് ജനങ്ങളോട് വിളിച്ചു പറയുന്നത്. നിങ്ങൾ ഇക്കാര്യം രണ്ടാം ഘട്ട വോട്ടിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ അത് ഫ്ലാഗ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തോൽക്കാനുള്ളതാണ്, ഹരിയാന ആവർത്തിക്കാനുള്ളതാണ്, നിങ്ങൾ പാതി വഴിയിൽ ഈ പോരാട്ടം ഉപേക്ഷിച്ചോ? ഇല്ല, ഒരിക്കലും. ഇവിടെ ശ്രീ ഷാഹു പ്രസാദ് ഈ ഒഴിഞ്ഞു മാറുന്നത് പലപ്പോഴും ഇവർ സൗകര്യപൂർവ്വം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്കളെയും വന്ന് TV ചർച്ചകളിൽ നിന്ന് ന്യായീകരിക്കുന്നത് ഇതേ BJP ആണ്. ഷാഹു പ്രസാദ് ഉറപ്പിച്ചോടെ പറയേണ്ടത്, ബീഹാറിലെ SIR എല്ലാം കഴിഞ്ഞ് ഈ ഫൈനൽ വോട്ടർ പട്ടിക കിട്ടിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എത്ര വോട്ടുകളാണ് ഉണ്ടായിരുന്നത് ബീഹാറിൽ? 7,42,00,000 വോട്ടുകൾ. ആ 7,42,00,000 വോട്ടുകൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 7,45,00,000 ആയത്? 7,45,00,000 എന്ന് പറയുമ്പോൾ 66.95% വോട്ടിംഗ് നടക്കുമ്പോൾ അത് എത്ര വരണമെന്ന് കൂടി നിങ്ങൾ കണ്ടെത്തുക. ഇനി കോൺഗ്രസ് പറഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങയുടേത്, ശരി, അവിടെ നിൽക്കട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു തെറ്റാണ് പറ്റിയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഇത് മാറ്റി ചെയ്യണ്ടേ? ഒരു തെറ്റ് സംഭവിച്ചു, അതിനകത്ത് ഇതാണ് എന്ന് പറഞ്ഞ് തിരുത്തണ്ടേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തിയായിട്ടുള്ള എന്തെങ്കിലും രേഖ ഷാഹു പ്രസാദിന്റെ കയ്യിലുണ്ടോ? അജിംസിന്റെ കയ്യിലുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, മഹാരാഷ്ട്രയിൽ ആ സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്ന 18 വയസ്സിനു മേലെയുള്ള ആൾക്കാരുടെ പോപ്പുലേഷൻ, ജനസംഖ്യ എടുത്താൽ അതിനേക്കാൾ കൂടുതൽ വോട്ടർ ലിസ്റ്റിൽ പേര് വന്നത് നമുക്കറിയാലോ. 7.47 കോടി എങ്ങോട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ഒരേ പാറ്റേണിൽ മുഴുവൻ തട്ടിപ്പാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും ഇന്ന് 36 അതുകൊണ്ട് സീറ്റിലേക്ക് തകർന്നടിയുമ്പോൾ പോലും തേജസ്വി യാദവിന് RJD കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനം 22 പോയിന്റ് സംതിങ് ആണ്. 22% മേലെ വോട്ട് നേടിയ RJD തകർന്നടിഞ്ഞു പോവുകയാണ്. 30 അടുത്തേക്ക് പോവുകയാണ്, ഇല്ലേ? 20% വോട്ട് കിട്ടുന്ന, അതിനേക്കാൾ കുറവ് വോട്ട് കിട്ടുന്ന മറ്റു പാർട്ടികൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ എപ്പോഴും ശതമാനക്കണക്കനുസരിച്ച് സീറ്റ് വിജയിക്കണമെന്നുള്ള പറയുന്നത് എനിക്ക് ന്യായമില്ല. തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ടോ, പക്ഷേ ഇത്രയും വലിയൊരു ശരാശരി എടുത്തുകൊണ്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അസ്വാഭാവികതയുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. ഇനി പ്രശ്നം എന്താണ് അജിംസെ? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തരേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടെ? എത്രമാത്രം ആധികാരികതയോടെ, എത്രമാത്രം വലിയ പ്രശ്നങ്ങൾ ബ്രസീലിയൻ യുവതിക്ക് ഹരിയാനയിൽ വോട്ടുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇല്ലേ? അവിടെ തെറ്റായിട്ട് വന്നാൽ തിരുത്തേണ്ടത് ആരായിരുന്നു? തെറ്റായിട്ട് വന്നാൽ മറുപടി പറയേണ്ടത് ആരാണ്? ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട 3 സ്ഥലങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾക്കും ഈ നിമിഷം വരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ടടുത്ത് നിന്ന് ഒളിച്ചോടുമ്പോൾ ഇത് കൃത്യമായിട്ട് ഒരേ പാറ്റേണിൽ ഈ രാജ്യത്ത് നടക്കുന്ന അട്ടിമറിയാണ്. ജനങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. ഞാൻ കരുതുന്നില്ല ബീഹാറിൽ പോയ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകന് ചിലപ്പോൾ തോൽവി എന്ന് വേണമെങ്കിൽ പറയാം,
എക്സിറ്റ് പോളുകളൊക്കെ വെച്ച് പറയാം. പക്ഷേ ഇത്തരത്തിൽ ഒരു കണക്കിലെ പൊരുത്തക്കേട് കണ്ടാൽ ബീഹാറിൽ പോയ ഒരു മാധ്യമപ്രവർത്തകന് പോലും ഈ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് സത്യസന്ധമാണ് എന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഗ്ലെയറിംഗ് ആയിട്ടുള്ള തെളിവുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ ഗ്ലെയറിംഗ് ആയിട്ടുള്ള തെളിവുകൾ തന്നെയാണ് പൊളിറ്റിക്കൽ നറേറ്റീവുകൾക്ക്. നോക്കൂ, രാജു പി നായർ സംസാരിച്ചു തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ 10,000 രൂപ സ്ത്രീകൾക്ക് കൊടുത്തു, അതുകൊണ്ട് സ്ത്രീകൾ കൂട്ടമായി ഒന്നാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ വന്ന് വോട്ട് ചെയ്ത് 10% പോളിംഗ് പെർസെന്റേജ് കൂടി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയല്ലോ. അപ്പോ ഈ 10% ആളുകൾ വന്ന് വോട്ട് ചെയ്തത്, ഈ 10% കൂടുതലായ ആളുകൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ സാധാരണ അത് ആന്റി ഇൻകംബൻസി വോട്ടുകളാണ്. പക്ഷെ ഇവിടെ ഈ 10,000 രൂപ കൊടുത്തുകൊണ്ട് സ്ത്രീകൾ വന്ന് വോട്ട് ചെയ്തത് നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു. കാരണം ഈ രണ്ടാം ഘട്ടത്തിലും സ്ത്രീകളാണ് കൂടുതലായിട്ടുള്ള വോട്ടർമാർ, സ്ത്രീകൾ വോട്ട് കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ട് ജയിച്ചു എന്ന് BJPക്ക് പറയാനുള്ള കൃത്യം കണക്കാണിത്. അല്ല അജംസ്, അത് മാത്രമല്ല, ഇവിടെ തെരഞ്ഞെടുപ്പ് മറ്റേ ഏജൻസികൾ വെച്ചോ, സിഫോളേഴ്സിനെ വെച്ചുള്ള ഏജൻസികൾ വെച്ചുകൊണ്ട് ഇതിനെല്ലാമുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണ്. അതങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ആദ്യത്തെ ദിവസം പുറത്തു വന്ന കണക്ക് ആ കണക്കിലേക്ക് എത്തി. പക്ഷേ രണ്ടാമത്തെ ദിവസം പുറത്തു വന്ന കണക്കുകൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് പിടിക്കാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പ് സിഫോളജിസ്റ്റുകൾ പുറത്തുവിട്ട കണക്കുകളുണ്ടല്ലോ. ഞാനത് ഏജൻസി മറന്നുപോയി. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ഒരേ നെറേറ്റീവ് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇറക്കുകയാണ്. ഇപ്പോൾ ആ നെറേറ്റീവ് വന്നവർക്ക്, അത് കേട്ട് വിശ്വസിച്ചവർക്ക് ഇന്നിരുന്ന് നിങ്ങൾ എന്തിനാ ഈ കള്ളത്തരം പറയുന്നത് എന്ന് ചിന്തിക്കേണ്ട രീതിയിലേക്ക് ഇവർ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഷാഹു പ്രസാദ് പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ വലിയ രീതിയിൽ ഞങ്ങൾ ഇത് പറഞ്ഞു എന്ന്. ഞങ്ങൾക്കിതിനെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണെന്നേ. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഈ അട്ടിമറി നടക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് വെറുതെ വായിലേക്ക് വെടിവെച്ചല്ലോ. അതിന് ഉപോത്ഫലകമായ തെളിവുകൾ ആ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്തിക്കൊണ്ടല്ലേ പറഞ്ഞത്. എങ്ങനെയാണ് വോട്ട് കട്ട് ചെയ്ത് പോയിരിക്കുന്നത് എന്നുൾപ്പെടെ അതിനെ കൗണ്ടർ ചെയ്യാൻ, ആ വസ്തുതകളെ കൗണ്ടർ ചെയ്ത് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സുതാര്യതയുണ്ടോ? ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിക്ക് കൂട്ടു നിൽക്കുന്നുള്ള വസ്തുതയാണ്. ആ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള PR ഏജൻസികൾ അജിംസും പറഞ്ഞ പോലെ ജനങ്ങളെ ഈ പറയുന്നതിന് തയ്യാറാക്കുക. ഒരു പരാജയം വന്നാലും അവർക്ക് മറച്ചു വെക്കാൻ വേണ്ട രീതിയിൽ, ഈ കള്ളത്തരങ്ങൾ മറച്ചു വെക്കാൻ വേണ്ട രീതിയിൽ അവരെ തയ്യാറാക്കുക. ഇത് എല്ലാ സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ആണ്. അജിംസിന് ഓർമ്മയുണ്ടാവും, ആദ്യം മഹാദേവ്പുര പറഞ്ഞപ്പോൾ എങ്ങനെയാണ് എക്സിറ്റ് പോളുകൾ ഈ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് രാഹുൽ ഗാന്ധി കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് അത്തരത്തിലുള്ള അഭിപ്രായ സർവേകൾ BJPക്ക് വേണ്ടി രൂപപ്പെടുത്തുന്നതെന്നും അതിൻ്റെ മറവിൽ ഈ കാരണം ആ അഭിപ്രായ സർവേ വരുമ്പോഴത്തേക്കും ജനങ്ങൾ ഏകദേശം ഇത് കോൺഗ്രസ് പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെടുന്നു എന്നുള്ള മാനസിക നിലയിലേക്ക് എത്തും. അതിനിടയിൽ പിന്നെ മറ്റുള്ള സംശയങ്ങൾ സ്ഥാനമില്ലാത്ത രീതിയിലേക്ക് പോകും. ആ മാനിപ്പുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? മഹാദേവ്പുരയെ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതാണ് ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സംശയമൊന്നുമില്ല. ശരി, എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇനി ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് തന്നെ കരുതുക. അതായത് ആദ്യം പറയുന്നു അന്തിമ വോട്ടർ പട്ടികയിൽ 7,42,00,000 ഇപ്പോൾ പറയുന്നത് 7,45,00,000 ആണ്. അത് ഇപ്പോൾ ടോട്ടൽ ഇലക്ട്രേറ്റ്സ് ആണ്, പോൾ ചെയ്ത ഇലക്ട്രേറ്റ്സ് അല്ല എങ്കിൽ പോലും 3 ലക്ഷത്തിൻ്റെ പ്രശ്നം അവിടെയും ഉണ്ട്. അപ്പോൾ കൃത്യമായി എത്ര വോട്ടർമാരുണ്ട്? കാരണം ഈ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്, രാജു പി നായർ, 7,42,00,000 എന്നാണ്. അതൊരു ഓഡ് നമ്പറാണ്. 42 ലക്ഷത്തിൽ ഒരു സംഖ്യ അവസാനിക്കില്ലല്ലോ, ഒരാളെങ്കിലും കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുന്നതിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കൃത്യം കണക്ക് പറയിപ്പിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് എന്നൊരു രീതിയിലേക്ക് നിങ്ങൾ ഇപ്പോഴും പോയിട്ടില്ല. കാരണം ഇതേ പ്രശ്നം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ അനുഭവിച്ചതാണ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അനുഭവിച്ചതാണ്. അവിടെ കൗണ്ടിങ് കഴിഞ്ഞിട്ട് എത്ര വോട്ടെണ്ണി എന്ന കണക്ക് പോലും ലഭ്യമായിരുന്നില്ല ആഴ്ചകളോളം. അജിംസെ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ ഘട്ടത്തിലെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം 11 ദിവസം കഴിഞ്ഞിട്ടാണ് കണക്ക് പുറത്തുവിടുന്നത് അല്ലേ? ആദ്യത്തെ ഘട്ടത്തിലെ പോളിംഗിന് ശേഷം. രണ്ടാമത്തെ ഘട്ടത്തിലെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം 5 ദിവസം കഴിഞ്ഞിട്ടാണ്. മൂന്നാമത്തെ ഘട്ടത്തിലെ പോളിംഗ് കഴിഞ്ഞ് 4 ദിവസമാണ്. അവസാനം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ADR ഉൾപ്പെടെ ഈ രാജ്യത്തെ സെഫോളിസ്റ്റുകളെല്ലാം കൂടി ക്രോഡീകരിച്ചിട്ട് പറഞ്ഞു, ഈ രാജ്യത്ത് 5 കോടി വോട്ടുകൾ കൂടുതലായി എണ്ണിയിട്ടുണ്ട്. പോളിംഗ് നടന്നതിനേക്കാൾ 5 കോടി വോട്ട് കൂടുതലായി എണ്ണിയിട്ടുണ്ട്. സാധാരണ 0.25 ഡിഫറൻസ് വരുന്ന ഈ കണക്കുകൾ വൈകുന്നേരം ലഭിക്കുന്ന കണക്കുകളും പിന്നെ ക്രോഡീകരിക്കുന്ന കണക്കുകളുമായിട്ട് 0.25 ഡിഫറൻസ് സ്വാഭാവികമാണ്. ആ ഡിഫറൻസ് ഉണ്ടാവേണ്ടടുത്ത് വരും 12% വ്യത്യാസം വന്നിരിക്കുന്നു ADR ഉൾപ്പെടെ വോയിസ് ഫോർ ഡെമോക്രസി ഉൾപ്പെടെയുള്ള സർവേകളിൽ പറഞ്ഞു. ആ 0.25% മാത്രം വ്യത്യാസം വന്ന ഉത്തർപ്രദേശിൽ സംഭവിച്ചതെന്താ ജിംസെ? 0.25% സ്വാഭാവികമായ വ്യത്യാസം വന്ന ഉത്തർപ്രദേശിൽ BJP തകർന്നടിഞ്ഞു. BJP തകർന്നടിഞ്ഞു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി പരാജയത്തിലേക്ക് പോയി.
നരേന്ദ്രമോദി പോലും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത്. ആ പരാജയപ്പെടുന്ന സാഹചര്യം ഉത്തർപ്രദേശിലുണ്ടായത് 0.25 ഡിഫറൻസ് ആണ്. അജിംസ് കണക്കെടുത്ത് നോക്കിക്കോ. മറ്റ് തൂത്തുവാരി എന്ന് പറയുന്ന മധ്യപ്രദേശും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം 12% വ്യത്യാസം. അപ്പോൾ യഥാർത്ഥ വോട്ട് നടന്നാൽ എങ്ങനെയാണ് BJPക്ക് ഉണ്ടാവുന്ന റിസൾട്ട് എന്നുള്ളത് ഉത്തർപ്രദേശിൽ തെളിഞ്ഞിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ട് ഉത്തർപ്രദേശിൽ അത് നടന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അറിയാത്ത കാര്യമാണ്. പക്ഷേ ആ കണക്കുകളുടെ വ്യത്യാസം നോക്കിയാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഉത്തർപ്രദേശ് തകർന്നടിയാണ് ചെയ്തത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നേരത്തെ ഒളിച്ചു ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് പരസ്യമായി ചെയ്യുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ ഇവരുടെ പരാജയം അവർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് മനുഷ്യരെ അവരുടെ സാമാന്യ ബുദ്ധിയെ പോലും പരിഗണിക്കാതെ 7.42 കോടി വോട്ടർമാർ ഉള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ 7.45 കോടി ആൾക്കാർ വോട്ട് ചെയ്തു എന്ന് പറയുന്നത് ആ സാമാന്യ ബുദ്ധിയെ പോലും പറയാതെ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ നാണംകെട്ട മുഖമായിക്കൊണ്ട് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കോടതിയിൽ പോലും ഞങ്ങൾ അവസരം തരുന്നില്ല, അല്ലെങ്കിൽ കോടതി പോലും ഞങ്ങളുടെ കയ്യിലാണെന്നുള്ള ബോധ്യത്തോടു കൂടി കാണിക്കുന്ന കള്ളത്തരമാണിത് മുഴുവൻ. ഈ കള്ളത്തരങ്ങൾ ജനങ്ങൾ ബോധ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വിജയാഹ്ലാദ പ്രകടനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞു. കോൺഗ്രസിന്റെ സ്വഭാവം മാറി. ഇപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് ആണെന്നാണ്. എന്തിനാണ് അങ്ങനെ ഒരു ടാഗ് കോൺഗ്രസിന് നൽകുന്നത്? അതെ, മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയല്ലേ? ആണല്ലോ. ഈ രാജ്യത്ത് മാവോയിസം വളർന്നതിൻ്റെ അകത്ത് കോൺഗ്രസിന്റെ അകത്ത് നിർണായകമായ ഒരു പങ്കില്ലേ കോൺഗ്രസിന്? അപ്പോൾ വളരെ സർക്കാസ്റ്റിക്കായി ആ ഒരു പ്രയോഗം നടത്തുന്നതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. ഇപ്പൊ ഇവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ എന്താണ് BJPയെ വിളിക്കുന്നത്? വർഗീയ ഫാസിസ്റ്റ്, നിരോധിക്കപ്പെടേണ്ട കാലമാടൻ പാർട്ടി എന്നല്ലേ പറയുന്നത്. അപ്പൊ തിരിച്ചും ഇതേപോലെയുള്ള രാഷ്ട്രീയ പ്രയോഗങ്ങൾ നടത്താൻ BJPക്ക് അവകാശമുണ്ട്. കോൺഗ്രസിനും എല്ലാവർക്കും ഈ നാട്ടിൽ ഒരേ അവകാശമല്ലേ ഉള്ളത്. സിമ്പിൾ, അത്രേ ഉള്ളൂ. അദ്ദേഹം നടത്തിയ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സർക്കാസ്റ്റിക് പ്രയോഗമാണ്. എന്താ പാടില്ലേ? ഓക്കെ, അപ്പോൾ ഒരു സർക്കാസ്റ്റിക് പ്രയോഗമാണ്, അല്ലാതെ അത് മറ്റു വേറെ രീതിയിലൊരു ടാഗ് അല്ല. അവർ മാവോയിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ മുസ്ലിം തുഷ്ടീകരൻ എന്ന വാക്കൊക്കെ നിരന്തരം പറയുന്നുണ്ടായിരുന്നു. പ്രീണന രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെ നിരന്തരം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുമായിട്ട് ബന്ധം ഉണ്ടാവില്ല അല്ലേ? അല്ല, നിങ്ങൾക്ക് അതൊക്കെ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇപ്പൊ എന്തായാലും ആകെ തോറ്റ് ഭണ്ഡാരടങ്ങി നിൽക്കുകയാണ്. ഇനിയിപ്പോ പുതിയ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വളരെ കൂടുതൽ നിങ്ങളെയൊന്നും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അല്ല, എനിക്ക് സവിശേഷമായിട്ട് വേദനയൊന്നുമില്ല ഷാവു പ്രസാദ്. എനിക്ക് സവിശേഷമായ ഒരു വേദനയുമില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന വേദന എന്നെയും ഷാബു പ്രസാദിനെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്നതാണ്. എനിക്ക് വ്യക്തിപരമായി, എനിക്ക് സവിശേഷമായി ഇന്നത്തെ ജയത്തിലോ തോൽവിയിലോ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകളിലോ ഒന്നും ഒരു സവിശേഷമായ വേദനയില്ല. ഈ വേദന എന്നെയും ഷാബു പ്രസാദിനെയും രാജു പി നായരെയും ഒരേപോലെ ബാധിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, ആയിക്കോട്ടെ. നിങ്ങൾ കണ്ടുപിടിക്കുക. കാര്യം നമുക്ക് ഈ വല്ലാണ്ട് നിരാശ ഒരു തരം ഭ്രാന്തായി മാറാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ അതിനെ ആശ്വസിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. അത് നല്ല കാര്യമാണ്. കുഴപ്പമില്ലെന്നേ. ഇനി എത്ര കാവും പാട്ട് മത്സരമൊക്കെ വരാൻ കിടക്കുന്നു. ഓക്കെ, അതും ശരിയാണ്. കാവും പാട്ട് മത്സരമൊക്കെ വരാൻ കിടക്കുകയാണ്. പക്ഷേ ചില നിർണായക സന്ദർഭങ്ങളിൽ ചില ആളുകൾക്ക് ഒരുതരം അസ്വസ്ഥത ഉണ്ടാവുകയും അവർ സന്തുഷ്ടരാവുകയും അവർക്കൊരു പരാതി ഇല്ലാതിരിക്കുകയും അവർ സംതൃപ്തരായിരിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു ഭൂതകാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെക്കുറിച്ചൊരു വേവലാതി ഇല്ലായിരുന്ന ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമല്ല. ചില കാര്യങ്ങളിൽ ചിലർക്ക് സന്തോഷം ഉണ്ടാവും, ചിലർക്ക് നിരാശയും പല്ലുകടിയും ഉണ്ടാവും. സ്വാഭാവികം മാത്രമാണ്. ശ്രീ രാജു പി നായർ, ഇവിടെ നോക്കൂ, നിങ്ങളെ സംബന്ധിച്ചൊരു ഹിമാലയൻ ടാസ്ക്കാണ്. അതായത് ചെറിയ ചലഞ്ചസ് ഒന്നും അല്ല നിങ്ങൾ നേരിടാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, വളരെ പരമ്പരാഗതമായി തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു കളയാം, പരമ്പരാഗതമായ സ്ട്രാറ്റജിയിലൂടെ പരമ്പരാഗതമായ പ്രവർത്തനത്തിലൂടെ തെരഞ്ഞെടുപ്പ് ജയിച്ചു കളയാം എന്ന നിങ്ങളുടെ മോഹം എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പോടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളെ കണ്ട് കഴിയില്ല ഇനി അത്. 2, നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എതിരാളി നിങ്ങളെപ്പോലൊരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന തിരിച്ചറിവെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾക്ക് പോരാടി ജയിക്കാൻ കഴിയും, ജനാധിപത്യ രീതിയിലൂടെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ എതിരാളി നിങ്ങളെപ്പോലൊരു രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ?
അജിംസെ, ഞാൻ അതിലേക്ക് എത്താം. എന്തായാലും അത് പറഞ്ഞത് കൂട്ടി പറയാം. ഈ 1908 ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിക്ക് ഒരു കത്തയക്കുന്നുണ്ട്. ഷാവു പ്രസാദ് ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം. അന്ന് അദ്ദേഹത്തിൻ്റെ ആ കത്തിൽ പറഞ്ഞിരുന്നത്, നിങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും വിജയിക്കാൻ കഴിയും എന്ന് ഉറപ്പില്ലാത്ത ഒരു പോരാട്ടത്തിനു വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും ജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത ഒരു പോരാട്ടത്തിനു വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്ന ആ കത്ത് മടക്കി പോക്കറ്റിലിട്ടിട്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നത്. ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്ന മഹാത്മാഗാന്ധിയും കോൺഗ്രസും പതിറ്റാണ്ടുകളോളം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം തരാതെ നിന്ന് പോരാടുമ്പോഴും ജാലിയൻവാല ബാഗ് ഉൾപ്പെടെ ഇങ്ങോട്ടേക്കുള്ള കൊടിയ പീഡനം ഏറ്റുവാങ്ങുമ്പോൾ പോലും ഞങ്ങൾ തളരാതെ നിന്ന് ഞങ്ങളുടെ ആശയത്തിന് പോരാടിയവരാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾ അതിനകത്ത് കയറി 6 മാസത്തിനുള്ളിൽ സമസ്താപരാധം പറഞ്ഞ് ഈ രാജ്യത്തെ വഞ്ചിച്ചു കൊള്ളാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നവരാണ് നിങ്ങൾ. അധികാരത്തിനു വേണ്ടി മാത്രം എന്തു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഈ മുസ്ലിം ലീഗിൻ്റെ ഇതിലാണ് 1940 കോൺഗ്രസ് രാജിവെച്ച സമയത്ത് നിങ്ങൾ ആരോടൊപ്പം ചേർന്നിട്ടാണ് ഭരിച്ചത്? ഹിന്ദു മഹാസഭ. അന്ന് നിങ്ങളാണല്ലോ ഹിന്ദു മഹാസഭ ആരോടൊപ്പം? അന്നത്തെ മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗിനോടൊപ്പം കൂടി വെസ്റ്റേൺ പ്രൊവിൻസും അതുപോലെ തന്നെ ഇതെല്ലാം ഭരിച്ചവരല്ലേ നിങ്ങൾ, ഇല്ലേ? അപ്പം നിങ്ങൾക്ക് അധികാരം മാത്രമാണ് വിഷയം. ആ അധികാരം ഏത് തട്ടിപ്പിലൂടെ നേടിയാലും ആ അധികാരം നിങ്ങൾക്ക് വലിയ ആനന്ദം നൽകുന്ന ഒന്നാണ്, അതിനകത്ത് സംശയമില്ല. ഞങ്ങൾ അധികാരത്തിന് വേണ്ടി പോരാടിയവരല്ല, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ആശയത്തിന് വേണ്ടി പോരാടിയവരാണ്. ആ ആശയത്തിൻ്റെ പോരാട്ടം ഇന്ന് ഈ രാജ്യത്ത് ബ്രിട്ടീഷിനേക്കാൾ വലിയ വർഗീയതയോടുകൂടി ഈ രാജ്യത്ത് തിരിച്ചു വരുമ്പോൾ, അജിംസ് നേരത്തെ ചോദിച്ചല്ലോ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന സർക്കാസ്റ്റിക് ഇതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ 2 മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന വാക്ക് പറയാൻ പാടില്ല. 2 മനുഷ്യരെ തമ്മിൽ, അവിടെ 2 സമൂഹങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ട് ഒരു ചാനലിൽ വന്നിട്ട് BJPയുടെ പ്രതിനിധി അല്ലാന്ന് ചിലപ്പോൾ അദ്ദേഹം പറയുമായിരിക്കും, പക്ഷെ BJPയുടെ പ്രതിനിധി തന്നെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം സർക്കാസ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ എവിടെ എത്തി അജിംഷെ ഇവർ നമ്മുടെ രാഷ്ട്രീയം എന്ന് ആലോചിച്ച് നോക്കൂ. 2 മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ പാടില്ലാത്ത ഒരു പ്രധാനമന്ത്രി 2 സമൂഹങ്ങളെ തമ്മിൽ സർക്കാസ്റ്റിക് ആയിട്ട് പറയുകയാണ്. പിന്നെ ഷാബു, മാവോയിസ്റ്റുകളെ കൊണ്ട് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ നേതൃത്വം ഛത്തീസ്ഗഡ് ഉൾപ്പെടെ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ നേതൃത്വമാണ് ഈ മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് മുഴുവൻ. ആ മാവോയിസ്റ്റ് ആക്രമണത്തെ ഞങ്ങൾ പ്രതിരോധിച്ചത് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ടാണ്. ഞങ്ങൾ നിർമ്മിച്ചതിനപ്പുറമൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നേ വരെ, ഈ നിമിഷം വരെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. തീവ്രവാദി ആക്രമണം മുതൽ മാവോയിസ്റ്റ് ആക്രമണം മുതലെല്ലാം ഈ പറയുന്ന 56 ഇഞ്ചിൻ്റെ നെഞ്ചളവ് പറയുമ്പോഴും ഈ രാജ്യത്തെ നിങ്ങൾക്ക് ചെറുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ പോലും പണയം വെക്കുന്ന രീതിയിൽ പാകിസ്ഥാൻ ആക്രമിക്കുക പോലും നിങ്ങൾ രാജ്യത്തെ വഞ്ചിക്കുന്ന സമീപനം മാത്രമേ എടുത്തിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം അജിംസിൻ്റെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് തോൽവി ഞങ്ങളുടെ വീര്യത്തെ കെടുത്തുമെന്നോ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ആത്മാഭിമാനത്തിനും വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ ക്ഷീണിപ്പിക്കുമെന്നോ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. 12 വർഷമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ഇല്ലാതെയാക്കാൻ നോക്കിയിട്ടും നിങ്ങൾക്കിപ്പോഴും ആ മനുഷ്യനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ അല്ല, തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അവിടെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ, കണക്കുകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ പോരാട്ട വീര്യത്തെ തൊടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആ പോരാട്ട വീര്യം തുടർന്നുകൊണ്ടേയിരിക്കും. തെരഞ്ഞെടുപ്പുകൾ 1000 തോറ്റാൽ പോലും ഞങ്ങൾ ഇന്ത്യയുടെ ആശയത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കും. അജിംസ് പറഞ്ഞ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കാരണം ഞങ്ങൾ പോരാടുന്ന ബ്രിട്ടീഷുകാർക്ക് ഒരു മാന്യത ഒരു കാലത്തുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരോട് മാന്യമുണ്ട്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി നിരാഹാരം കിടന്നപ്പോൾ ആ നിരാഹാരത്തിൻ്റെ പേരിൽ അവരുടെ തീരുമാനം മാറ്റാൻ പോയി പറഞ്ഞത് ആ സമ്മർദ്ദമല്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന മാറ്റമാണ് ആവശ്യമെന്ന് പറയാൻ ആ മാന്യത ആ ബ്രിട്ടീഷ് സർക്കാരിനോട് കാണിക്കാൻ കഴിയുമായിരുന്നു. ആ മാന്യതക്ക് അർഹരല്ലാത്തവരാണ് ഇന്ന് ഈ രാജ്യത്ത് വോട്ട് കൊള്ളയിലൂടെ ഭരിക്കുന്നത്, വാരണാസിയിൽ പരാജയപ്പെട്ട പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നെറികേടിനെതിരെയാണ് പോരാടുന്നത് എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷെ ആ നെറികേട് അവസാനിപ്പിക്കാൻ ഒരു കാലമുണ്ട്. ആ കാലം വരെ ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കും. അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട. 2014 മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ BJPക്ക് എന്ത് നിരാശ ഉണ്ടായിരുന്നു കൂടി ഷാബു ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ശരി, ശ്രീ PB ജിജീഷ്, ഈ തവണത്തെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഈ വോട്ട് ചോരി എന്നുള്ള ആരോപണത്തെ സാധൂകരിക്കുന്നതാണോ അതോ നിരാകരിക്കുന്നതാണോ ജിജീഷ്? കഴിഞ്ഞ കുറെ നാളുകളായി ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത വളരെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വസ്തുതയെ വീണ്ടും, ആ ചോദ്യം വീണ്ടും ഉയർത്തുന്ന ഒരു ഫലമാണ് ബീഹാറിൽ
വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സുതാര്യത എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അനിവാര്യമായും ഉണ്ടാവേണ്ട ഒന്നാണ്. ആ സുതാര്യമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പെരുമാറാത്തോടത്തോളം കാലം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. തീർച്ചയായും കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ഡാറ്റ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. എങ്കിലും നിരവധി സീറ്റുകൾ ആയിരത്തിൽ താഴെ വോട്ടുകളിൽ ജയിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ബീഹാർ എന്ന് പറയുന്നത്. പിന്നീട് ഇന്നത്തെ കേസ് പരിശോധിച്ചാൽ എങ്ങനെയാണ് നിതീഷ് കുമാറിന്റെ പാർട്ടിയേക്കാൾ കൂടുതൽ സീറ്റുകൾ BJP കിട്ടിയത് എന്ന ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. പല രീതിയിലും നമ്മുടെ സാധാരണ ഒരു പൊളിറ്റിക്കൽ ലോജിക്ക് കൊണ്ട് വിശദീകരിക്കാനാകാത്ത പലതും ഈ റിസൾട്ടിൽ ഉണ്ട് എന്നും അത് ഇതിന് തൊട്ട് മുന്നേ നടന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത് എന്നുമാണ് ഞാൻ കരുതുന്നത്. അത് ജിജീഷ് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് രാവിലെ ദിബാങ്കർ ഭട്ടാചാര്യ ഫ്ലാഗ് ചെയ്ത ശേഷം മാധ്യമങ്ങൾ ഏറ്റെടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ടോട്ടൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ, മൊത്തം വോട്ടർമാരെക്കാൾ കൂടുതൽ ടോട്ടൽ വോട്ട് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്നു ഈ ട്രാൻസ്പെറൻസി ഇല്ലായ്മ. എത്ര പേർ വോട്ട് ചെയ്തു എന്ന കൃത്യം കണക്ക് നമുക്കിപ്പോൾ ലഭ്യമല്ല. അല്ലെങ്കിൽ അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞാൽ എങ്കിൽ എത്ര വോട്ടർമാരുണ്ടെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അങ്ങനെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് വരുന്നതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. കാരണം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഓരോ മണിക്കൂർ ഇടവിട്ടും വോട്ടർമാരുടെ എണ്ണം, വോട്ട് ചെയ്തവരുടെ എണ്ണം, പെർസെൻറ്റേജ് എല്ലാം അപ്ഡേറ്റ് ചെയ്തു പോകുന്നതാണ്. കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ ഈ പോസ്റ്റൽ ബാലറ്റുകൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി മുഴുവൻ വിവരങ്ങളും അന്ന് തന്നെ ലഭ്യമാക്കേണ്ടതാണ്. പിന്നീട് വരാൻ സാധ്യതയുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ പോസ്റ്റൽ ബാലറ്റ് വന്നു ചേർന്നതിന്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം മാത്രമാണ്. അല്ലെങ്കിൽ പോൾ ചെയ്ത അന്ന് കൊടുക്കുന്ന ഡേറ്റയും അവസാനം റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്തുള്ള മൊത്തം വോട്ടർമാരുടെ ഡേറ്റയും തമ്മിൽ യാതൊരു വ്യത്യാസവും വരാൻ പാടില്ലാത്തതാണ്. കാരണം അന്ന് ജിജീഷ് അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം, ജിജീഷ് ഇപ്പോൾ നോക്കൂ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 11-ാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പാണ്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് മൊത്തം വോട്ടർമാരുടെ കോളത്തിൽ ആദ്യം ഒന്നാം ഘട്ടത്തിൽ എത്ര ആൺ വോട്ടർമാർ, പെൺ വോട്ടർമാർ അവരെ ടോട്ടൽ എത്ര, രണ്ടാം ഘട്ടത്തിൽ എത്ര ആൺ വോട്ടർമാർ, പെൺ വോട്ടർമാർ അവരെ ടോട്ടൽ എത്ര, അതിൻ്റെ പെർസെൻറ്റേജ് എത്ര, അതിനുശേഷം ടോട്ടൽ പറയുന്നിടത്ത് മൊത്തം പോളിംഗ് ശതമാനം 66.91%, മൊത്തം വോട്ടർമാർ 7,45,26,858 എന്നും കൃത്യമായി പറയുന്നുണ്ട്. അതിന് താഴെ ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അതിൻ്റെ താഴെ മൊത്തം ബൂത്തുകളുടെ എണ്ണം, മണ്ഡലങ്ങളുടെ എണ്ണം, വോട്ടർമാരുടെ എണ്ണം ഒക്കെ പറയുന്നിടത്ത് ഈ പറയുന്ന ഇലക്ട്രേറ്റ് എന്ന കോളത്തിൽ കൊടുക്കുന്നതും ഇതേ സംഖ്യയാണ്, 7,45,26,858. അപ്പോൾ ഈ കണക്ക് ആണെങ്കിൽ 100% പോളിംഗ് നടന്നു. പക്ഷേ അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുകളിൽ പറയുന്ന 66.91 ആണ്. അപ്പോൾ ഇത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെങ്കിൽ, ഇത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് തന്നെ കരുതുക. അങ്ങനെയെങ്കിൽ എത്ര പേർ പോൾ ചെയ്തു എന്നുള്ള കണക്ക് ഇപ്പോഴും വ്യക്തമല്ല. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് വരാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ്. പല ഘട്ടങ്ങളിൽ പല തലങ്ങളിൽ ഓഡിറ്റ് ചെയ്തിട്ടാണ് ഈ വിവരങ്ങളെല്ലാം വരുന്നത്. ഓരോ മണിക്കൂറിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ആപ്പ് ഉണ്ട്. ഇതുവഴി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരങ്ങളിൽ എങ്ങനെയാണ് ഇത്ര വലിയൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് വരുന്നത് എന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ടതാണ്. ഈ ഡാറ്റ കേന്ദ്രീകൃതമായി ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്ര വലിയൊരു വ്യത്യാസം വരുന്നത്? അങ്ങനെ വ്യത്യാസം വരാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കാനാണ് ജിജീഷ് സാധ്യത? അതായത് ഒന്ന് SIR അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്, 66 ലക്ഷം പേര് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, 21 ലക്ഷം പേര് അവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചേർത്തത് ആരെയാണ്, ചേർത്ത എത്ര പേരാണ്, കൃത്യകണക്ക് എത്രയാണ്? ഇതിനൊന്നും ഒരു വ്യക്തതയില്ലാതെ എന്ത് തിരഞ്ഞെടുപ്പാണ് ജിജീഷ്? അതായത് ഇലക്ഷൻ കമ്മീഷൻ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപ്പിലാക്കിയത് സാധാരണ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റുകൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണെന്നാണ് നമ്മുടെ അടുത്തെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇതിനു മുമ്പ് നമ്മുടെ സമ്മറി റിവിഷൻസ് പലതവണ നടന്നിട്ടുണ്ട്. 1956 മുതൽ ഇങ്ങോട്ട് പലതവണ, ഏറ്റവും ഒടുവിൽ 2003 നടന്നിട്ടുണ്ട്. അന്നൊന്നും നടന്നതുപോലെയുള്ള ഒരു പ്രക്രിയ അല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് വീട് വീടാന്തരം ഇലക്ഷൻ ഓഫീഷ്യൽസ് കയറി ഇറങ്ങി ഓരോ പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീയതികൾ അനുസരിച്ച് രേഖകൾ ശേഖരിക്കുകയും അങ്ങനെ ഡിഫാക്റ്റോ പൗരത്വ നിർണയം ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയായി മാറുകയും ചെയ്യുന്നു. ഈ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിക്കുന്ന ഫോറിനേഴ്സ് ട്രിബ്യൂണലുകളായിട്ട് മാറുന്നു, പൗരത്വ പരിശോധകരായിട്ട് മാറുന്നു എന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്.
ഇത്തരം പരിശോധനയ്ക്കിടയിൽ ഒഴിവാക്കപ്പെടുന്നവർ ആരൊക്കെയാണ് ചേർക്കപ്പെടുന്നത് എന്നത് കൃത്യമായി നിർണ്ണയിക്കാൻ ഈ സംവിധാനത്തിന് കഴിയുമെന്നുള്ളിടത്താണ് SIR ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇലക്ഷൻ പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നതും അതിൽ നിരവധി അത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർന്നു. അതിനോടൊപ്പം ഈ വിവരങ്ങൾക്കൊപ്പം SIRന്റെ പേരിൽ എല്ലാ വീടുകളിൽ നിന്നും എല്ലാ വോട്ടർമാരുടെയും ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അതെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റുമായി ലിങ്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഗതി കൂടി സമാന്തരമായി നടക്കുകയാണ്. അത് ഓപ്ഷണലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരാളൊരു വീട്ടിൽ ചെന്ന് വിവരങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആധാർ ചോദിക്കും, അത് നൽകും, അത് വോട്ടർ പട്ടികയുടെ ഭാഗമാക്കും. 2012 ഇത് സംബന്ധിച്ച ഒരു കേസ് വന്നപ്പോൾ സുപ്രീം കോടതി ആധാറുമായി വോട്ടർ പട്ടിക ബന്ധിപ്പിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം നൽകിയിരുന്നതാണ്. പിന്നീട് 2018 ആധാർ കേസിലെ വിധിക്ക് ശേഷവും അത്തരത്തിൽ മാൻഡേറ്ററി ആയി ആധാർ ബന്ധിപ്പിക്കണമെന്ന ഒരു നിലയിലേക്ക് വന്നിട്ടില്ലെങ്കിലും ഓപ്ഷണൽ എന്ന പേരിൽ, വോളണ്ടറി എന്ന പേരിൽ നിർബന്ധിതമായി ആധാർ കളക്ട് ചെയ്യുകയും ഇങ്ങനെ കേന്ദ്രീകൃതമായി വലിയൊരു ഡാറ്റാബേസ് വോട്ടർമാരുടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ഡാറ്റാബേസ് ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രീകൃതമായി എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്താൻ കഴിയാത്തത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് എന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് അങ്ങനെ ആധാറുമായി ബന്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയ ആരോപണം ഉണ്ടാവില്ലായിരുന്നു. ആധാർ കാർഡിന്റെ അത്ര വോട്ടുകളെ ഉണ്ടാവുമായിരുന്നു. തീർച്ചയായും ഞാൻ മറ്റൊരർത്ഥത്തിലാണ് പറഞ്ഞത്. ആധാറുമായിട്ട് ബന്ധിപ്പിക്കാത്ത വോട്ടർമാരുടെ എണ്ണം വളരെ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിർബന്ധിതമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ പുതിയ വോട്ട് പട്ടികയിൽ എനിക്കിപ്പോഴും മനസ്സിലാവാത്തതാണ് പാൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഫൈനാണ്, പക്ഷേ വോട്ടർ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതിനർത്ഥം എന്താണ്? അല്ല, ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് ഇത് ആധാർ നിർബന്ധമാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരത്തിൽ ആധാറുമായി ലിങ്ക് ചെയ്ത് വോട്ടർ പട്ടിക ശേഖരിച്ച് സൂക്ഷിക്കുന്നത് അപകടകരമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം നിലവിലെ വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആധാർ ഒരു പരിഹാരമല്ല. നിലവിലെ വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ഉദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ ഈ വിവരങ്ങളെല്ലാം ഡിജിറ്റൈസ്ഡ് ഫോമിലുണ്ട്. അത് ഡീഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇരട്ടിപ്പുകൾ കണ്ടെത്തുവാനും ഒഴിവാക്കാനുമുള്ള സോഫ്റ്റ്വെയർ സംവിധാനം ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുണ്ട്. അത് വെച്ച് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന് പകരം ഉദ്യോഗസ്ഥരെ വീടാന്തരം കയറിറങ്ങുന്ന ഒരു തരത്തിലേക്ക് SIR നടപ്പിലാക്കുന്നത് മറ്റ് ചില ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ സംഭവിക്കുന്നതാണോ ജിജേഷ് പറയുന്നത്? കേരളത്തിലും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ രാജ്യത്ത് മൊത്തം സംഭവിക്കുന്ന പോലെ തന്നെ കേരളത്തിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നിയമസഭ തന്നെ പാസ്സാക്കിയ പ്രമേയത്തിൽ ഇത്തരത്തിലുള്ള ഒഴിവാക്കപ്പെടലുകളുടെ വലിയ സാധ്യത ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നതിന് കൃത്യമായ ഒരു സ്വകാര്യത മാനദണ്ഡങ്ങളോ ഒന്നുമില്ലാതെ വിവരങ്ങൾ ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും ഇത് പലയിടങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടുകയും ഇത് ആരൊക്കെ കൈകാര്യം ചെയ്യുന്നു, ഇത് ആരുടെയൊക്കെ കൈകളിൽ എത്തുന്നു എന്നതിനെ കുറിച്ച് യാതൊരു ചട്ടക്കൂടുകളോ നിയമങ്ങളോ ഇല്ലാതെയാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ളിടത്താണ് ഇതിന്റെ ഒരു അപകടം. വോട്ടർ പ്രൊഫൈലിംഗ്, വോട്ടർ സർവൈലൻസിന് എല്ലാത്തിനും വഴിവെക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകൾ ഒഴിവാക്കിയാൽ അത് UDF LDF ഒക്കെ നോക്കിയിരുന്നാൽ BJP നോക്കിയിരുന്ന് അത് പറ്റില്ല എന്ന് പറയും. ഓക്കെ, പക്ഷെ വോട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? തൃശ്ശൂർ കണ്ടില്ലേ, തൃശ്ശൂർ വോട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ, തടയാൻ പറ്റുമോ? അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമല്ല, അതിൽ സ്ട്രിക്ട്ലി പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊരു നിയമവിരുദ്ധത ഇല്ല, ഇല്ലീഗാലിറ്റി ഇല്ല എന്നുള്ളതാണ് അതിന്റെ രസം. ഇത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് അവർ കുറ്റം പറയുക? പക്ഷെ ഇത് ആഡ് ചെയ്യുന്ന ഘട്ടത്തിൽ സാധാരണഗതിയിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അത് ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച് പൊതുജനങ്ങളിൽ നിന്ന് പരിശോധിക്കാനുള്ള അവസരം നൽകി, കംപ്ലൈന്റ് സ്വീകരിക്കാനുള്ള സമയം നൽകി, അത് പരിഗണിക്കാനും പരിഹരിക്കാനുമുള്ള ഒരു വിൻഡോയും സമയവും നൽകി എല്ലാമാണ് ചെയ്യാറുള്ളത്. ഇത് അതിനൊന്നുമുള്ള സമയം നൽകാതെ 1 മാസം കൊണ്ടോ 1.5 മാസം കൊണ്ടോ മുഴുവൻ പ്രക്രിയയും പൂർത്തിയാക്കുന്ന തരത്തിലേക്ക് എല്ലാ വീടുകളിലും എൻറോൾമെന്റ് ഫോം എത്തിക്കുക, അവിടെ നിന്ന് പൂരിപ്പിച്ച് കളക്ട് ചെയ്ത് SIRന് വേണ്ടിയിട്ടുള്ള ഡാറ്റ എൻട്രി നടത്തി ഇതെല്ലാം ശേഖരിക്കുക. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ബംഗാളിൽ വലിയ ആഹ്ലാദാരവം കാണാം. അടുത്ത ലക്ഷ്യം ബംഗാളാണോ BJPയുടെ? തീർച്ചയായിട്ടും ഞാനേ ഇപ്പത്തെ നിങ്ങളുടെ ആ പത്രക്കുറിപ്പ് ഞാൻ പരിശോധിക്കുകയായിരുന്നു. അതിന് താങ്കൾ അയച്ചു തന്ന ഇത് ഞാൻ കണ്ടു. അതായത്
ഫേസ് 1-ൽ 1,76,00,000, അതായത് ടോട്ടല് 3,81,45,791 വോട്ട് ഇലക്ടേഴ്സ് ഉണ്ട് എന്നാണ്. നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് എന്നല്ല. ആ നമ്പർ ഓഫ് വോട്ട്സില് 71.6% ആദ്യത്തേതിലും, രണ്ടാമത്തേതില് 62 ടോട്ടൽ വോട്ടിന്റെ അത്രയും നമ്പറിന്റെ 62.8%. ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. അതായത് നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് എന്നല്ല, നമ്പർ ഓഫ് ഇലക്ടേഴ്സിനെയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും ചോദിക്കട്ടെ, മെയിൽ വോട്ടേഴ്സ് ഫീമെയിൽ വോട്ടേഴ്സ് നോക്കൂ, മെയിൽ വോട്ടേഴ്സ് ഫീമെയിൽ വോട്ടേഴ്സ്. അതെ എന്റെ മുമ്പിലുണ്ട് സാധനം. അപ്പൊ മൊത്തം വോട്ടർമാർ എത്രയാണ്? 3,93,000 മാത്രമേ ഉള്ളൂ. അതായത് ടോട്ടൽ വരുന്നത് നമ്പർ ഓഫ് വോട്ടർ ഇലക്ടേഴ്സ് 3,55,791 ഫസ്റ്റ് ഫേസിൽ. സെക്കൻഡ് ഫേസിൽ 3,93,79,366. ടോട്ടല് 7,45,26,500. ഇത്രയും നമ്പർ ഓഫ് വോട്ട്സ് ഉണ്ട്. അതില് 66.91% വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ്. ഓക്കെ, ഞാൻ അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കാം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR പൂർത്തിയാക്കി സെപ്റ്റംബർ അവസാന വാരം മൊത്തം എത്ര വോട്ടർമാരുണ്ടെന്നുള്ളൊരു കണക്ക് പുറത്തുവിട്ടിരുന്നു. അത് വേറൊരു പത്രക്കുറിപ്പാണ്. അത് വേണ്ടി ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അല്ല, അതിൽ പറയുന്നത് 7,41,00,000 എന്നാണ്. അപ്പോഴും ഇവിടെ 4 ലക്ഷം വോട്ട് കൂടിയേക്കാണ്. 4 ലക്ഷം വോട്ട് കൂടിയേക്കാണ് ഒറ്റ മാസം കൊണ്ട്. അതെങ്ങനെ കൂടി? അതിനുശേഷം പരാതി ചെന്നിട്ടുണ്ടാകും. ആ പരാതി പരിഗണിച്ച് ഈ 3 ലക്ഷത്തിനെ ആഡ് ചെയ്തിട്ടുണ്ടാകും. അതാണ് സംഭവം. ഫൈനലാണല്ലോ ഇറക്കിയത്. അല്ല, ഒരു പരാതിയും വന്നിട്ടില്ല. സുപ്രീം കോടതിയിൽ ഞങ്ങൾക്ക് ഒരു പരാതിയും വന്നിട്ടില്ല. പ്രതിപക്ഷ കക്ഷികൾ പോലും ഒരു പരാതിയും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അവർ വെറുതെ ബഹളം വെക്കുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി പറഞ്ഞതാണ്. അപ്പൊ ഏത് പരാതി കൊണ്ടാണ് ഇവർ ആഡ് ചെയ്തത്? ഏത് പരാതി കേട്ടിട്ടാണ് ഇവർ ഈ 4 ലക്ഷം ആഡ് ചെയ്തത്? അല്ലെങ്കിൽ അവര് വീണ്ടും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. 3 ലക്ഷത്തിന്റെ വ്യത്യാസമാണ് ആകെ വന്നിട്ടുള്ളത്. 3 ലക്ഷത്തിന്റെ വ്യത്യാസം. അതായത് ഇവിടെ ഇലക്ടേഴ്സ്, നമ്പർ ഓഫ് ഇലക്ടേഴ്സ് എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, നമ്പർ ഓഫ് ഇലക്ടേഴ്സ് കാസ്റ്റ് ദെയർ വോട്ട് എന്നല്ല. അവിടെയും 3 ലക്ഷം എവിടെ നിന്ന് വന്നു എന്നാണ് ദീപാങ്കർ ചോദിക്കുന്നത്. ദീപാങ്കർ ഭട്ടാചാര്യ ചോദിക്കുന്ന 3 ലക്ഷം എവിടെ നിന്ന് കൂടിയെന്നാണ്. ഓക്കെ, ശ്രീ രാജു പി നായർ, ബീഹാറിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 22% വോട്ട് കിട്ടിയ ആർ ജെ ഡിക്ക് സീറ്റ് കുറയുകയും 20% വോട്ട് കിട്ടിയ BJPക്കും JDUവിനും വോട്ട് കൂടുകയും ചെയ്തു എന്നുള്ള കാര്യം സൂചിപ്പിച്ചു. ഈ 3 ലക്ഷം വോട്ട് ആ സീറ്റ് പിടിക്കുന്നതിൽ നിർണായകമാണെന്ന് തോന്നുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുന്ന 22,000 ചെല്ലാനും വോട്ടിനാണ്. അപ്പൊ എങ്ങനെയാണ് ആ സീറ്റുകൾ നിർണായകമായി മാറിയെന്നുള്ളത് നമ്മൾ തെളിയിച്ചു, നമ്മൾ വസ്തുതാപരമായി തെളിയിച്ചു. ഇതേപോലെ തന്നെ ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഈ കണക്കുകൾ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കൂ. അത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സുതാര്യമായിട്ടുള്ള നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഷാബു പ്രസാദ് ജ്ഞാനേഷ് കുമാറിനെ വിളിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലെല്ലാം ജ്ഞാനേഷ് കുമാർ BJPയുടെ ക്ലർക്കാന്ന് പറയുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പട്ടിക നിങ്ങൾ സോഫ്റ്റ് കോപ്പി ഒന്ന് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കണം എന്ന് ഷാവു പ്രസാദ് വിളിച്ചത് പറയണം. ഷാവു പ്രസാദ് ചർച്ചകളിൽ പങ്കെടുത്ത് ജ്ഞാനേഷ് കുമാറിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളാണല്ലോ. ഒന്ന് വിളിച്ചു പറയണം, നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ പാടില്ലേ? അപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നു എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്നെല്ലാം വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. അജിംസെ, അങ്ങനെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയുകയാണ്. ഈ 41, ഒരു നിമിഷം, രാജു പി നായർ, 7.41 കോടി ആണ് മൊത്തം ഇലക്ടറേറ്റ് എന്ന കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ തീയതി ഒക്ടോബർ 6-ാം തീയതിയാണ്. ഒക്ടോബർ 6-ാം തീയതി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ അവസാന വാരമാണ് SIR പ്രോസസ് കഴിഞ്ഞത്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള പത്രക്കുറിപ്പാണ്. അത് ഞാൻ ഷാബുവിന് അയച്ചിട്ടുണ്ട്. ഷാബു നോക്കാം. പേരുകൾ ചേർക്കാൻ കഴിയില്ല. അതിനുശേഷം വോട്ടർ ലിസ്റ്റിൽ പേരുകൾ ചേർക്കാൻ കഴിയില്ല. ഇവർ ഈ പറയുന്നത് മുഴുവൻ പൊരുത്തക്കേടുകളാണ്. ഈ പൊരുത്തക്കേടുകൾ എന്തിന്റെ പൊരുത്തക്കേട്? ഏതെങ്കിലും അഴിമതി കേസിലെ രാജ്യത്തിന്റെ ജനാധിപത്യം തീരുമാനിക്കുന്നതിലെ പൊരുത്തക്കേടാ പറയുന്നത്. ആ രാജ്യത്തിലെ ജനാധിപത്യം തീരുമാനിക്കുന്നതിലെ ഷാബു പറയുന്നത് നിങ്ങൾ ചോദ്യം ചെയ്യണമെന്നാണ്. അതിനർത്ഥം നിങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല, നിയമപരമായി ചോദ്യം ചെയ്യുന്നില്ല എന്നാണ്. അപ്പോ രാജു പി നായർ പറഞ്ഞു ഞങ്ങൾ പഠിക്കും. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ 2026 അടുത്ത ഇലക്ഷൻ ആവും. എന്ത് പഠിക്കാനാ ജിംസേ?
ഇതിന്റെ അകത്ത് എന്ത് പഠിക്കാൻ? അല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ. ഒരു സെക്കൻഡ് അജിത് സർ, ഞാൻ ചോദിക്കട്ടെ. ഷാബു പ്രസാദ്, ഞാൻ പറയുന്നത് കേൾക്കുക. ഷാബു പ്രസാദ് പറയട്ടെ, രാജു പിന്നാർ പറഞ്ഞോട്ടെ. പറയുന്നതിന് കേൾക്കുക. ഷാബു പ്രസാദ് ഞങ്ങൾക്ക് തന്ന ഉപദേശം, ഞങ്ങൾ നടത്തിയതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ടായ അനുഭവം പറയാം. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ വോട്ടർ ലിസ്റ്റിലെ ക്രമക്കേടും അതുപോലെ CCTV വേണമെന്ന് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞു കോൺഗ്രസ് പറഞ്ഞു? ഈ പറയുന്ന ദിവസങ്ങൾക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ പറഞ്ഞല്ലോ. കൊടുത്തോ? നിങ്ങൾ കൊടുത്തോ? ആ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ ലിസ്റ്റിന്റെ സോഫ്റ്റ് കോപ്പി കൊടുക്കാൻ നിങ്ങൾ തയ്യാറായോ? ആ തെരഞ്ഞെടുപ്പിന്റെ CCTV കൊടുക്കാൻ നിങ്ങൾ തയ്യാറായോ? CCTV ദൃശ്യം കൊടുക്കുന്ന ഞാൻ പറയട്ടെ ഷാബു പ്രസാദ്, ഞാൻ പറയട്ടെ. ഷാബു പ്രസാദ്, ഞാൻ പറയട്ടെ. CCTV ദൃശ്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ജ്ഞാനേഷ് കുമാർ എന്താ പറഞ്ഞത്? നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നത് കാണണോ എന്നുള്ളതാണ് ചോദിച്ചത്. ഇന്ത്യയിൽ വോട്ടേഴ്സ് ലിസ്റ്റിലെ പോളിംഗിനെ സംബന്ധിച്ച് ക്രമക്കേടുണ്ട്, അതിന് CCTV ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചത് നമ്മുടെ അമ്മയും പെങ്ങളുടെയും വീഡിയോ പുറത്തു വരുന്നത് നിങ്ങൾക്ക് സഹിക്കുമോ എന്നാണ് ചോദിച്ചത്. ഇത്രമാത്രം ലജ്ജാകരമായിട്ടുള്ള BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. ഈ സംവിധാനത്തോടാണ് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനത്തോടാണ്. ഷാബു പ്രസാദ് പറയും, ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ സോഫ്റ്റ് കോപ്പി കൊടുക്കാൻ പറ, ഒന്ന് പറ. ശരി. എന്തായാലും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഇന്ത്യ സഖ്യവും ആരോപിക്കുന്ന രീതിയിലുള്ള വോട്ട് ചോരിയുടെ ഉദാഹരണമാണ് ബീഹാറിൽ ഇന്ന് നാം കണ്ടതെങ്കിൽ ഒരു സാമ്പ്രദായിക രീതിയിലുള്ള സാധാരണ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാകുന്ന ഒരു കാലത്തേക്കാണ് ഇന്ത്യ പോകുന്നതെന്ന് ഉറപ്പായും പറയാൻ കഴിയും. നന്ദി ശ്രീ ഷാബു പ്രസാദ്, ശ്രീ രാജു പി നായർ, ശ്രീ PB ജിജീഷ് ഇത്രയും സംസാരിച്ചു.